യേശുവല്ലോ. ഞാനൊന്നു കരയുമ്പോൾ കൂടി കരയുന്ന, ഞാനൊന്നു തളരുമ്പോൾ കൂടി അണയുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലോ. നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. ആരും കാണാതെ ആരും കേൾക്കാതെ ദിവസങ്ങളോളം വിലപിച്ചു ഞാൻ. ആരും കാണാതെ ആരും കേൾക്കാതെ ദിവസങ്ങളോളം വിലപിച്ചു ഞാൻ. എൻ്റെ കണ്ണീർ യേശു അറിഞ്ഞു, എൻ്റെ കരച്ചിൽ യേശു കേട്ടു. ഒഴുകിയ കണ്ണുനീർ അവൻ തുടച്ചു, ഒഴുകിയ കണ്ണുനീർ അവൻ തുടച്ചു. ഞാനൊന്നു കരയുമ്പോൾ കൂടി കരയുന്ന, ഞാനൊന്നു തളരുമ്പോൾ കൂടി അണയുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലോ. നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. അമ്മ തൻ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? അതിനേക്കാളും സ്നേഹം തരാൻ. അമ്മ തൻ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? അതിനേക്കാളും സ്നേഹം തരാൻ. അവനെ പോലെ സ്നേഹിതനില്ല, അവനെ പോലെ സ്നേഹിതനില്ല. അന്ത്യം വരെയും സ്നേഹം തരാൻ, അന്ത്യം വരെയും സ്നേഹം തരാൻ. ഞാനൊന്നു കരയുമ്പോൾ കൂടി കരയുന്ന, ഞാനൊന്നു തളരുമ്പോൾ കൂടി അണയുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലോ. നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. ഞാനൊന്നു കരയുമ്പോൾ കൂടി കരയുന്ന, ഞാനൊന്നു തളരുമ്പോൾ കൂടി അണയുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലോ. നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഏഴാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, അത് വളരെ സങ്കടകരമായി പോയി. അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്തിനെ നഷ്ടപ്പെട്ടു. അവിടെ പോയതോടുകൂടി ലോത്തുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതോടുകൂടി ലോത്ത് തന്നെ ആത്മാവിൽ നഷ്ടപ്പെട്ടു. ലോത്ത് തന്നെ അബ്രഹാമിന് കൈമോശം വന്നുപോയി. അബ്രഹാമിന് ഒരിക്കൽ സംഭവിക്കരുതായിരുന്നു. സഹോദരങ്ങളെ, നാം മൂലം ഒരാത്മാവ് നഷ്ടപ്പെടരുത്. നാം മൂലം ഒരാത്മാവ് അവിശ്വാസിയായി തീരേണ്ടവരരുത്. നമ്മുടെ ഒരു വാക്ക് മൂലം, നമ്മുടെ ഒരു ചെയ്തി മൂലം, നമ്മുടെ ഒരു നോട്ടം മൂലം ഒരാത്മാവിന് കേടുവരരുത്. ഓർത്തുകൊള്ളുക,
കഴിവുള്ളിടത്തോളം ഉപകാരം ചെയ്തു കൊള്ളുക, സാധിക്കുന്നിടത്തോളം ഉപകാരം ചെയ്തു കൊള്ളുക, എത്രത്തോളം സഹായിക്കാമോ അത്രത്തോളം സഹായിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നാം മൂലം ഒരു തെറ്റായ ഒരു ചിന്താഗതി വരാനിടവരരുത്, തെറ്റായ നഷ്ടം വരാനിടവരരുത്, തെറ്റായ ഒരു വഴിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ പോകാനിടവരരുത്. നിങ്ങളുടെ മക്കൾ പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാനാ ദേശങ്ങളിൽ നിന്ന് നമ്മുടെ ടി വിയിലെ പ്രസംഗം കേട്ടതിന് ശേഷം പലരും വിളിക്കുന്നു, സാറേ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ചില അമ്മമാർ വിളിച്ച് പറയുന്നു, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ചില അപ്പന്മാർ വിളിച്ച് പറയുന്നു, സഹോദരങ്ങളെ നിങ്ങളുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു? മക്കൾ നാശത്തിലേക്ക് പോകുന്നു. മക്കൾ നാശത്തിലേക്ക് പോകുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ. മക്കൾ നാശത്തിലേക്ക് പോകുന്നെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ തലമേലിരിക്കുകയാണ്. ചൈനയിൽ ഒരു സംഭവം ഉണ്ടായി. ചൈനയിൽ ഒരു വീട്, ആ വീട്ടിൽ വലിയ വഴക്ക്, എന്നും കേൾക്കാൻ വലിയ വഴക്ക്. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വഴക്കാണ്, വലിയ ബഹളമാണ്, വല്ല ഒച്ചപ്പാടാണ്. ഒരു ദിവസം അയൽവക്കക്കാർ കൂടി അവർ തീരുമാനിച്ചു, എന്നും ഈ ബഹളം കേൾക്കാൻ, ഉറക്കത്തിൽ പോലും ശല്യം വരുന്നു, ഭയങ്കര ബഹളമാണ്, ഭാര്യയും തമ്മിലുള്ള വഴക്ക്, അത് അടുത്ത വീടുകളിലൊക്കെ കേൾക്കാം, അടുത്തടുത്ത വീടുകളാണ്. അവർ തീരുമാനിച്ചു, അവർ കോടതിയിൽ കേസ് കൊടുത്തു, മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ കേസ് കൊടുത്തു. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നും ശല്യം, വലിയ ശല്യമാണ്. മജിസ്ട്രേറ്റ് അവരെ വിളിച്ചു, ഭാര്യയും ഭർത്താവിനെയും വിളിച്ചു, ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കളാരാണ്? അവർ ഇന്നടുത്ത് പാർക്കുന്ന ഇന്നവരാണ്. നിങ്ങളെ പഠിപ്പിച്ച സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകരാരാണ്? ഇന്ന സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്, അവിടുത്തെ അധ്യാപകരവരാണ്. അധ്യാപകരെയും മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി. മജിസ്ട്രേറ്റ് അവർക്ക് ജയിൽ ശിക്ഷ വിധിച്ചു. നടന്ന കാര്യമാണ്. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ജയിൽ ശിക്ഷ. കാരണം എന്താണ്? മക്കളെ ശരിയായി നടത്തിയില്ല. മക്കളെ ശരിയായി നടത്തിയിരുന്നെങ്കിൽ മക്കളിപ്പോൾ പ്രായമായപ്പോൾ വഴക്കടിക്കില്ലായിരുന്നു. അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ കൊടുത്തില്ല, സനാതന മൂല്യങ്ങൾ കൊടുത്തില്ല, അവർക്ക് സാൻമാർഗീയ മൂല്യങ്ങൾ കൊടുത്തില്ല. ഓർക്കൂ, ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ മക്കളെ നേർവഴിക്ക് നടത്തിക്കൊള്ളുക, മക്കളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തിക്കൊള്ളുക. സംശയിക്കേണ്ട, മക്കളെ കർശനമായി നിയന്ത്രിച്ചു കൊള്ളുക. മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, സ്നേഹം കൊണ്ട് നിങ്ങൾ പൊതിയണം, സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം. പക്ഷേ അവരെ നിങ്ങൾ ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, നിങ്ങൾ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ പറയട്ടെ, 7 അനർത്ഥങ്ങളുണ്ടായി, 7 നഷ്ടങ്ങളുണ്ടായി. അബ്രഹാം എന്തു ചെയ്തു? അബ്രഹാം കരഞ്ഞു, അബ്രഹാം അനുഭവിച്ചു. കർത്താവേ, നഷ്ടം വലുതായിപ്പോയല്ലോ, കർത്താവേ, ഞാൻ മൂലം നഷ്ടം വലുതായിപ്പോയല്ലോ, ഞാൻ ഇനി എന്തു വേണ്ടു? അബ്രഹാം വേറെ ഒന്നും ചെയ്തില്ല. അബ്രഹാം തിരികെ യാത്ര ചെയ്തു. ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി അബ്രഹാം തിരികെ യാത്ര ചെയ്തു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് നഷ്ടങ്ങൾ പറയാനുണ്ട്, നഷ്ടങ്ങൾ ധാരാളം എണ്ണി പറയാനുണ്ട്. തിരികെ യാത്ര ചെയ്യുക. ഒരിക്കൽ സഞ്ചരിച്ചു പോന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയുണ്ട്, ആ വഴിയിലേക്ക് നിങ്ങൾ തിരികെ പോരുക. നാനാ സഭകളിൽ നിന്ന്, വിവിധ സഭാ സമുദായ വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സമർപ്പണമുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഒരു മനോബോധ്യമുണ്ട്, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് നല്ല സമർപ്പണത്തോടെ ജീവിക്കണമെന്നുള്ളതായ ഒരു ദാഹമുണ്ട്. നല്ലത്. എന്നാൽ നിങ്ങൾ ആരെല്ലാം വഴിതെറ്റിപ്പോയിട്ടുണ്ട്, തെറ്റായ ദിശയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, തെറ്റായ വഴിയിലേക്ക് പോയിട്ടുണ്ട്, പാപത്തിൽ വീണു പോയിട്ടുണ്ട്, അരുതായികൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഹോളിനെസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, വിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങളിൽ തീരുമാനം എടുത്തു പോയിട്ടുണ്ട്. സ്നേഹിത, നീ വിചാരിക്കൂ, ഇപ്പോൾ തന്നെ നിനക്ക് വേണമെങ്കിൽ മടങ്ങി വരാം, നിൻ്റെ ഹൃദയം കൊണ്ട് നിനക്ക് മടങ്ങി വരാം, നിനക്ക് യഥാസ്ഥാനപ്പെടാം, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പ്രാപിക്കാം. അബ്രഹാമിന് കുറച്ച് സമയം നഷ്ടപ്പെട്ടു, ശരിയാണ്. അബ്രഹാമിന് വിശുദ്ധി നഷ്ടപ്പെട്ടു, സത്യമാണ്. നഷ്ടങ്ങൾ ഏറെയേറെ വന്നു, ശരിയാണ്. പക്ഷേ അതെല്ലാം റിട്രീവ് ചെയ്യുവാൻ അബ്രഹാമിന് സാധിച്ചു, എല്ലാം തിരിച്ചു കിട്ടുവാൻ അബ്രഹാമിന് സാധിച്ചു. നഷ്ടങ്ങൾ തിരികെ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ തിരികെ കിട്ടാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള ദൈവം, കരുണയുള്ള കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. കർത്താവേ, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതല്ലേ നാഥ, നീ പൈശാചിൻ്റെ കയ്യിൽ നിന്ന് നീ റാഞ്ചി എടുത്തതല്ലേ കർത്താവേ, ഇനിയും ശത്രു റാഞ്ചി കൊണ്ടുപോകാൻ നീ സമ്മതിക്കരുതേ, ഇനിയും ശത്രു പിടിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. അനേകര്, ഈ വാക്കുകളെ കേൾക്കുന്ന അനേകര് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണ്,
ഒരിക്കൽ തീരുമാനം എടുത്തവരാണ്, ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരാണ്, ഒരിക്കൽ ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. എന്നാൽ ഇന്ന് സ്നേഹിത, നിനക്ക് ചില നഷ്ടങ്ങൾ വന്നു പോയിട്ടുണ്ട്. മകളെ, നിനക്ക് ചില നഷ്ടങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇന്ന് നീ ഒരു കാര്യം ചെയ്യൂ, നീ മടങ്ങി വരിക. നഷ്ടങ്ങളെല്ലാം നിനക്ക് തിരികെ പ്രാപിക്കാം. നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ തിരികെ പ്രാപിക്കാം, നഷ്ടപ്പെട്ട വിശുദ്ധി തിരികെ പ്രാപിക്കാം, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട സൗകര്യങ്ങളും നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. കരുണയുള്ള കർത്താവ് തിരികെ തരാമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ചതഞ്ഞോട് ഞാൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുമില്ല എന്ന് കരുണയുള്ള കർത്താവ് കൽപ്പിക്കുന്നു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്, ചതഞ്ഞോട് ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളെ ഒടിച്ചു കളയാൻ കർത്താവിന് ആഗ്രഹമില്ല, നിങ്ങളെ തീ കെടുത്തി കളയുവാൻ കർത്താൻ ആഗ്രഹമില്ല. പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീ ആളി കത്തിക്കാൻ എണ്ണ പകരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഒടിഞ്ഞു പോയിരിക്കുകയാണ്, അത് ഒടിഞ്ഞെടുത്ത് ഒരു ഊന്ന് തന്ന് നിന്നെ ചേർച്ചയായി നിർത്താമെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിനക്കിന്ന് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒന്നും നീ ചെയ്യണ്ട, 10 പൈസ നീ മുടക്കണ്ട, നീ സഭ മാറണ്ട, സമുദായം മാറണ്ട, നിന്റെ പള്ളി മാറണ്ട. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ ഹൃദയം ക്രിസ്തുവിന് കൊടുക്കുക. കർത്താവേ, തെറ്റുപറ്റിപ്പോയി, നഷ്ടങ്ങൾ വന്നുപോയി, അബദ്ധങ്ങൾ സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ പിന്മാറ്റം വന്നുപോയി. നാഥാ, എനിക്കൊരു പ്രാവശ്യത്തേക്ക് നീ മാപ്പ് തരികയില്ലയോ? ഒരു പ്രാവശ്യത്തേക്ക് നീ എനിക്ക് ക്ഷമ തരികയില്ലയോ? ഒരു പ്രാവശ്യത്തേക്ക് നീ എന്നെ സ്വീകരിക്കുകയില്ലയോ? കർത്താവേ, ഇന്ന് നീ എന്നെ സ്വീകരിച്ചു എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നാൽ, ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് പറയുകയാണ്, എൻ്റെ ആയുസ് എന്നേക്കും നിൻ്റേത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ആയുസ് എന്നേക്കും എൻ്റെ യേശുവിൻ്റേത് മാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തിരികെ പോന്നു. അബ്രഹാം മിസ്രൈമിൽ തിരികെ പോന്നു. സാറായിയെ തിരികെ കിട്ടി, സ്വന്തം ഭാര്യയെ തിരികെ കിട്ടി. ഫറവോൻ്റെ അരമനയിൽ നിന്ന് ഫറവോൻ്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ട്, ശകാര വാക്കുകൾ കേട്ടുകൊണ്ട് അബ്രഹാം തലകുനിച്ച്, അബ്രഹാം ലജ്ജിതനായി തലകുനിച്ച് ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഭാര്യയെയും കൂട്ടിക്കൊണ്ടുപോന്നു. അബ്രഹാം തിരികെ യാത്ര ചെയ്തു. ബേഥേലിലെത്തി. ഹി റിട്ടേൺ ടു ബേഥേൽ, ഹി റിട്ടേൺ ടു ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തിരികെ എത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവഭവനത്തിലേക്ക് നിങ്ങൾക്ക് തിരികെ വരാം, ദൈവസന്നിധിയിലേക്ക് നിങ്ങൾക്ക് തിരികെ വരാം, ദൈവ കരുണയിലേക്ക് നിങ്ങൾക്ക് തിരികെ വരാം. ദൈവം കരുണയുള്ളവനാണ്, നിങ്ങളെ സ്വീകരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ നമ്മൾക്ക് ഇന്ന് ജീവിക്കുന്നതല്ലേ? അതുകൊണ്ടല്ലേ ദൈവം ദീർഘക്ഷമ ആയതുകൊണ്ടല്ലേ നാം നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. 1980 തോന്നുന്നു, ഒരു വലിയ സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി എനിക്ക്. ഞാൻ കോളേജിലേക്ക് പോരുകയായിരുന്നു. ഒരു ലോറി വന്ന് ഇടിച്ചു. എനിക്കാ തെറ്റ്, ലോറിക്കല്ല. ഞാൻ അല്പം ഒരു കുഴി ഒഴിവാക്കി അല്പം വലത്തോട്ട് മാറിപ്പോയി. ലോറി വന്ന് ഇടിച്ചു. 1.5 മാസം ഈ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, അന്ന് തീരേണ്ടതായിരുന്നു. ഈ ഇടിക്കുന്നത് ഞാൻ നേരിട്ട് കാണുകയാണ്. കാരണം പിന്നെ രക്ഷയില്ല, മാറ്റാൻ ഒക്കെയില്ലെന്നും അറിയാം. ആ സമയത്ത് പെട്ടെന്ന് ഉള്ളിൽ കൂടെ പോയത് തീർന്നല്ലോ എന്നാണ്, തീർന്നല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. അന്ന് 80 തീർന്നു പോകേണ്ട ജീവിതം. കോളേജിൻ്റെ 3-ാം നിലയിലേക്ക് കയറാൻ പറ്റില്ല. 3-ാം നിലയിലെ ക്ലാസ്സുകളുണ്ട്. ഞാൻ അന്ന് 3-ാം നിലയിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്, 2-ാം നിലയിൽ 3-ാം നിലയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 1.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ വന്നത്. കാരണം എൻ്റെ പോർഷൻ തീർക്കണമല്ലോ പരീക്ഷയ്ക്ക് മുമ്പ്. അതുകൊണ്ട് ഞാൻ കോളേജിൽ വന്ന് കാറ് കോളേജിൻ്റെ വരാന്തിയോട് ചേർത്ത് നിർത്തും. എൻ്റെ ക്ലാസ്സുകളെല്ലാം താഴത്തെ നിലയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ക്ലാസ്സുകളും ഒന്നൊന്നായി ഓരോ അവറും ഞാൻ ചെന്ന് ആ കാറിൽ നിന്ന് ഞാൻ ചടന്തി ചെന്ന് ക്ലാസ്സിലെടുത്ത് ഞാൻ തിരികെ കാറിൽ കയറി വേഗം വീട്ടിൽ പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് തീരേണ്ടതായിരുന്നു ജീവിതം. എൻ്റെ കരുണയുള്ള കർത്താവ് ആയുസ് നീട്ടിത്തന്നു. എനിക്ക് നിങ്ങളോടൊരു വാക്ക് ചോദിക്കാനുണ്ട്. ആയുസ് നീട്ടി കിട്ടിയവരാരെല്ലാം ഇവിടെ ഉണ്ട് ഇല്ലേ? തലമാറി കിടത്തിയവരല്ലേ? തീർന്നു എന്ന് വിചാരിച്ചതല്ലേ? അവസാനിച്ചെന്ന് വിചാരിച്ചതല്ലേ? ഈ രോഗം മാറുകയില്ലെന്നല്ലേ വിചാരിച്ചത്? ഇനി രക്ഷപ്പെടുകയില്ലെന്നല്ലേ വിചാരിച്ചത്? എല്ലാം എഴുതി കെട്ടി, എല്ലാം പൂർത്തീകരിച്ച്, എല്ലാം തീർത്ത് വെച്ചതല്ലായിരുന്നോ? ഓർത്തു നോക്കൂ. എന്നാൽ കർത്താവ് ആയുസ് നീട്ടിത്തന്നു. മോളെ, നിനക്ക് കർത്താവ് ആയുസ് നീട്ടി തന്നുകൊണ്ട് നീ ഇന്നിവിടെ വന്നിരിക്കുന്നു. യൗവനക്കാരാ, യേശുവിൻ്റെ കരുണ നിനക്ക് ആയുസ് നീട്ടി തന്നുകൊണ്ട് നീ ഇന്നിവിടെ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏതെല്ലാം ആക്സിഡൻറ്റിലൂടെ വന്നവരുണ്ട്, ഏതെല്ലാം മഹാവ്യാധികളിലൂടെ കടന്നു വന്നവരുണ്ട്, ഏതെല്ലാം പ്രതിസന്ധികൾ അതിജീവിച്ച് വന്നവരുണ്ട്, ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നവരുണ്ട്. എല്ലാം യേശു നാം അറിഞ്ഞില്ല. യേശു നമ്മളെ കൈക്ക് പിടിച്ചത്. ഞാൻ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദർശനം തന്നു. ദൈവത്തിന് സ്തോത്രം.
എന്നെ പിശാച് എറിഞ്ഞ് വീഴിച്ചപ്പോൾ മാലാഖമാർ ഓടി വന്ന് എന്നെ കോരിയെടുത്തു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു. അത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കുകയാണ്. മാലാഖമാർ കോരിയെടുത്ത കാര്യം നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളിന്ന് ജീവിക്കുന്നത് ഒരു അത്ഭുതമല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. ദൈവത്തോട് നന്ദിയുള്ളവനാകുക. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സ്നേഹിതരെ, ബൈപ്പാസ് സർജറി കഴിഞ്ഞവരിയ്ക്കുന്നില്ലേ? രോഗം മാറിയവരോട് ഇരിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് ആയുസ് നീട്ടി തന്നു. കർത്താവ് നിങ്ങൾക്ക് അവസരം തന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് തിരികെ തരാമെന്ന് പറഞ്ഞ്, നഷ്ടപ്പെട്ട് ലാപ്സായിപ്പോയ പാഴായിപ്പോയ കാലങ്ങൾ മടക്കിത്തരാമെന്ന് പറഞ്ഞ് ഇന്ന് കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം കർത്താവ് പറയുന്നു, മോനെ, നീ മടങ്ങി വന്നാൽ മാത്രം മതി. നിനക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നു. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങൾ. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം യാഗപീഠം ഇരുന്നിടത്ത് വന്നു. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. രണ്ട് കാര്യങ്ങൾ. ഒന്ന് യാഗപീഠം, യാഗം. രണ്ട് ആരാധന. രണ്ടും ഒന്ന് തന്നെ. യാഗപീഠം പണിതു, യാഗപീഠം ഇരുന്നിടത്ത് വന്നു, യാഗപീഠത്തിൽ ആരാധന കഴിച്ചു, യാഗമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? യഥാസ്ഥാനപ്പെടണമെങ്കിൽ നിങ്ങളൊരു യാഗം നടത്തണം. നിങ്ങൾ യാഗത്തിന് തയ്യാറാകണം. എന്താണ് യാഗം? 50-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെയും വായിക്കാം. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാർ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവം വിളിക്കുകയാണ്. എൻ്റെ വിശുദ്ധന്മാർ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യുക, യാഗം കഴിക്കുക. എന്തെല്ലാമാണ് യാഗം കഴിക്കേണ്ടത്? എൻ്റെ സ്വയത്തെ യാഗം കഴിക്കണം, എൻ്റെ ജഡത്തെ യാഗം കഴിക്കണം, എൻ്റെ ലോകസ്നേഹത്തെ യാഗം കഴിക്കണം. ലോകം, ജഡം, സ്വയം. എൻ്റെ ലോകസ്നേഹത്തെ യാഗം കഴിക്കണം, എൻ്റെ ജഡ സ്വഭാവത്തെ യാഗം കഴിക്കണം, എൻ്റെ പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെ യാഗം കഴിക്കണം, എൻ്റെ സ്വയം, എൻ്റെ ഇഗോ, എൻ്റെ സെൽഫ്, എൻ്റെ സ്വയത്തെ യാഗം കഴിക്കണം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവസന്നിധിയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ, കൂടി വരണമെങ്കിൽ, നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടണമെങ്കിൽ, നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ മടങ്ങിക്കിട്ടണമെങ്കിൽ യാഗം കഴിക്കാൻ തയ്യാറാകണം. യാഗം കഴിക്കുക, തന്നെ ത്യജിക്കുക. എങ്ങനെ? യേശുക്രിസ്തു തന്നെ യാഗമായി അർപ്പിച്ചതുപോലെ, യേശുക്രിസ്തു ക്രൂശിൽ തന്നെ അർപ്പണം ചെയ്തതുപോലെ, യേശുക്രിസ്തു മുഴുവനായി തന്നെ കുരിശിൽ അർപ്പിച്ചതുപോലെ ഞാൻ എന്നെ മുഴുവനായി കുരിശിങ്കൽ അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ അർപ്പിക്കണം. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ യാഗം കഴിച്ചുവോ? ഇനി എൻ്റേതായ ഒരു അഭിപ്രായമില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനം വന്നുവോ? ഇനി ഞാനില്ല, യേശു മാത്രം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സെൽഫ് ക്രൂശിക്കപ്പെട്ടു, എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടു. എന്നെ ആരും കാണണ്ട, എന്നെ ആരും അറിയണ്ട, എനിക്ക് സ്വന്തം ഒരു അഭിപ്രായം വേണ്ട, സ്വന്തം താല്പര്യം വേണ്ട, സ്വന്തം ഇച്ഛ വേണ്ട. പറയാൻ എളുപ്പമാണ്, പക്ഷേ അനുഭവിക്കാൻ വളരെ പ്രയാസമാണ്. എൻ്റേതെല്ലാം താഴെ വയ്ക്കുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ, എനിക്കുണ്ടായിരുന്ന ആത്മീയം പോലും താഴെ വയ്ക്കുന്നു. എനിക്കുള്ള ആത്മീയ ശുശ്രൂഷകൾ താഴെ വയ്ക്കുന്നു. എനിക്കുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ താഴെ വയ്ക്കുന്നു. എനിക്കുള്ള നന്മകളെന്ന് ഞാൻ കരുതുന്നതെല്ലാം താഴെ വയ്ക്കുന്നു. എൻ്റെ തിന്മകൾ മാത്രമല്ല, എൻ്റെ നന്മകളും താഴെ വയ്ക്കുന്നു. എൻ്റേതായിട്ടുള്ളതെല്ലാം ഞാൻ താഴെ വയ്ക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നു, സെൽഫ് താഴെ വയ്ക്കണം, സ്വയം താഴെ വയ്ക്കണം, ഇഗോ തകരണം. എൻ്റെ ഇഗോ തകരാതെ യേശുക്രിസ്തുവിൽ വസിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ഇഗോ ഇന്നും എനിക്കൊരു തടസ്സമാണ്. ഇന്നും ഞാൻ തികഞ്ഞവനായില്ല, ഇന്നും ഞാൻ മുഴുവനായി തീർന്നിട്ടില്ല. എനിക്കറിയാം ഇഗോ ഇന്നും പ്രബലമാണ് എന്ന്, എൻ്റെ ഇഗോ ഇന്നും ശക്തമാണ് എന്ന്. ഈ ഇഗോ തകരാതെ എൻ്റെ യേശുവിനിൽ പ്രസാദിക്കാൻ സാധിക്കുകയില്ല എന്ന്. സഹോദരങ്ങളെ, എൻ്റെ ചില പദ്ധതികളുണ്ട്, എൻ്റെ ചില അഭിപ്രായങ്ങളുണ്ട്, എൻ്റെ ചില ആവശ്യങ്ങളുണ്ട്, എൻ്റെ ചില ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ ചില പ്ലാനുകളുണ്ട്. അത് അതുപോലെ നടന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അല്പം ഒരു നീറ്റൽ വരുന്നു, എൻ്റെ ഉള്ളിൽ അല്പം ഒരു പ്രയാസം വരുന്നു, ചിലപ്പോൾ ഒരു അസഹിഷ്ണുത വരുന്നു, ചിലപ്പോൾ ഒരു അസഹ്യത വരുന്നു, ഇൻടോളറൻസ് വരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ മനസ്സിനൊരു ആകെ ഒരു അസ്വസ്ഥത. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നത്, കർത്താവേ, എൻ്റെ സ്വയം തീർന്നില്ലല്ലോ, സ്വയം പ്രബലമാണല്ലോ, അതുകൊണ്ടാണല്ലോ ഈ അസഹ്യത വന്നത്, അതുകൊണ്ടാണല്ലോ ഈ അസഹിഷ്ണുത വന്നത്. കർത്താവെ ക്ഷമിക്കണമേ. പിന്നെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് കൃപയാൽ ക്ഷമിച്ചു തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് പൂർണ്ണമായി മാറിക്കിട്ടണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എൻ്റേതെല്ലാം താഴെ വയ്ക്കണം. എൻ്റെ സുഖങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ അഭിനിവേശങ്ങൾ എല്ലാം താഴെ വയ്ക്കണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നെ അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ ക്രൂശിക്കണം, സ്വയത്തെ ക്രൂശിക്കണം, ജഡത്തെ ക്രൂശിക്കണം. ജഡം, ദ ഓൾഡ് ഹ്യൂമൻ ബീയിങ്, പഴയ മനുഷ്യൻ, ദി ഓൾഡ് നേച്ചർ ഓഫ് മാൻ, പഴയ മനുഷ്യൻ്റെ സ്വഭാവം, പഴയ മനുഷ്യൻ്റെ പ്രകൃതി. ജഡമെന്ന് പറഞ്ഞാൽ ഒരു ശരീരം എന്നല്ല. ദ ഓൾഡ് ഹ്യൂമൻ ബീയിങ്, ദ ഓൾഡ് നേച്ചർ, പഴയ മനുഷ്യൻ, പഴയ ആളത്വം മരിക്കണം. പഴയ ആളത്വം, ജഡം മരിക്കണം, ജഡം ക്രൂശിക്കപ്പെടണം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം എന്താണ്? എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനം 6:14, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നു. ഗലാത്യർ 2:24, ദൈവത്തിന് സ്തോത്രം. ഗലാത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളുടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ 6:14 പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ, ലോകസ്നേഹത്തിൽ ഞാൻ മരിച്ചവനായിത്തീരുന്നു. എന്നെ ആരും അറിയണ്ട, ലോകത്തിൽ എനിക്കൊന്നും വേണ്ട, എനിക്കെൻ്റെ യേശു മതി. സത്യം നിങ്ങൾക്ക് മനസ്സിലാകുമോ? യേശു മതി എന്ന് വിചാരിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം യേശു തരും. ദൈവത്തിന് സ്തോത്രം. എനിക്കെൻ്റെ യേശു മതി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം വേണമോ? നിങ്ങൾക്ക് രോഗസൗഖ്യം വേണമോ? യേശു തരും. നിങ്ങൾക്ക് ആരോഗ്യം വേണമോ? യേശു തരും. നിങ്ങൾക്ക് സമ്പത്ത് വേണമോ? യേശു തരും. നിങ്ങൾക്ക് ജോലി വേണമോ? യേശു തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്തെല്ലാം വേണം? യേശു തരും. ഇന്ന് നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ, കർത്താവേ, എനിക്ക് വേണ്ടത് എൻ്റെ യേശുവിനെയാണ്, യേശുവിൻ്റെ സ്നേഹമാണ്, അതാണ് എനിക്ക് വേണ്ടത്. ഗോകുൽത്തായിൽ കാണിച്ചു തന്ന സ്നേഹം, എനിക്ക് വേണ്ടി ചങ്കു തുറന്ന സ്നേഹം, എനിക്ക് വേണ്ടി തിരക്തം ഊറ്റിയ സ്നേഹം. കർത്താവേ, എനിക്കതാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ കാര്യം പറയാൻ തോന്നുന്നുണ്ടോ? കർത്താവേ, എനിക്കിതിൻ്റെ സ്നേഹം വേണം, എനിക്കിതിൻ്റെ ഹൃദയം വേണം. ദൈവത്തിന് സ്തോത്രം. എനിക്കിതിൻ്റെ സ്വഭാവം വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്കിതിൻ്റെ സ്വഭാവം വേണം. കർത്താവേ, ഞാൻ ഒരുപാട് കേട്ടിട്ട് കാര്യമില്ലല്ലോ, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത് അനുഭവിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. നിൻ്റെ സ്വഭാവം എനിക്ക് തരണമേ, നിൻ്റെ സ്നേഹം എനിക്ക് തരണമേ, നിൻ്റെ ഹൃദയം എനിക്ക് തരണമേ. യേശുവിൻ്റെ ഹൃദയത്തിന് വേണ്ടി ആരെല്ലാം വാഞ്ചിക്കുന്നുണ്ട്, യേശുവിൻ്റെ മനസ്സുള്ളവരാകാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഉയർന്ന ചിന്താഗതിയാണ് നിങ്ങൾ വിചാരിക്കേണ്ട. അതാണ് ക്രിസ്തീയത്വം, അതിൽ കുറഞ്ഞൊന്നും ക്രിസ്തീയമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കുക, യേശുവിൻ്റെ ഹൃദയം പ്രാപിക്കുക, യേശുവിൻ്റെ മനസ്സുള്ളവരാകുക, യേശുവിൻ്റെ അതേ പ്രകൃതിയുള്ളവരായി തീരുക, യേശുവിന് അതേ ഛായയുള്ളവരായി തീരുക, യേശുവിൻ്റെ വിശുദ്ധ ജനമായി തീരുക. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യാവസ്ഥയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശു നിങ്ങൾക്ക് സമാധാനം തരും. യേശു നിങ്ങളുടെ കുടുംബത്തിൽ ഹാർമണി തരും. യേശു നിങ്ങളുടെ കുടുംബത്തിൽ സൗഖ്യം തരും. യേശു നിങ്ങളുടെ ശരീരത്തിൽ രോഗശമനം തരും. യേശു നിങ്ങൾക്ക് ശാന്തി തരും. നിങ്ങളുടെ കുടുംബം ഐശ്വര്യമുള്ളതായി തീരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. തലമുറയായി നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ദൈവത്തിന് സ്തോത്രം. തലമുറകളിലേക്ക് പടർന്നു കയറുന്ന ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിധാതാക്കളായി നിങ്ങൾ മാറും. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയമക്കളായി തീരും. നിങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ
ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. യേശുവിൻ്റെ വാക്ക് പറയുവീൻ, എൻ്റെ കർത്താവേ, ഇതുവരെയും നാഥ ഞാൻ യാഗം അർപ്പിച്ചവനല്ലായിരുന്നു, ഇതുവരെയും ഞാൻ യാഗം കഴിച്ചില്ലായിരുന്നു. യേശുവേ, നീ കുരിശിൽ നിന്നെ തന്നെ യാഗമായി അർപ്പിച്ചതുപോലെ ഞാനിതാ തൃപ്പാദത്തിൽ എന്നെ തന്നെ യാഗമായി അർപ്പണം ചെയ്യുന്നു. എൻ്റെ ഭാവി ഞാൻ ഏൽപ്പിക്കുന്നു, എൻ്റെ ആയുസ്സിനെ ഏൽപ്പിക്കുന്നു. ഇനിയുള്ള ഓരോ സെക്കൻഡും യേശുവിന് മാത്രം വേണ്ടിയുള്ളതാണ്. ഇനിയുള്ള ഓരോ നിമിഷവും യേശു ക്രിസ്തുവിന് മാത്രം വേണ്ടി ഞാനിതാ വേർതിരിക്കുന്നു. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്. കർത്താവേ, ഇത് മുഴുവനായി യേശുവിനെ ഡിവോട്ട് ചെയ്യുന്നു, യേശുവിനായി മുഴുവനായി വേർതിരിക്കുന്നു. ഇപ്പോൾ നിന്റെ തൃക്കരം എൻ്റെ തലമേലൊന്ന് വെക്കുമോ? പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. നിന്റെ തൃക്കരം എൻ്റെ തലമേൽ വെച്ച് രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. കഴിഞ്ഞകാല പാപങ്ങൾ മാറ്റി നഷ്ട സൗഭാഗ്യങ്ങൾ തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ നല്ല കാലങ്ങൾ തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയി പാഴായിപ്പോയ സമയങ്ങൾ തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ തരണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുന്ന നിത്യ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, ഇപ്പോൾ നിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ വന്ന് അഭയപ്പെട്ടുകൊണ്ട് യാചിക്കുന്നു. നാഥ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തീരുമാനമെടുക്കാം. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം, എല്ലാവരെയും തലോടിയതിനായി സ്തോത്രം, സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ അരുമകരം കർത്താവെ രോഗിയുടെ മേൽ വെച്ചതിനായി സ്തോത്രം, സൗഖ്യം പകർന്നതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.